പൗരത്വ നിയമ ഭേദഗതി ഒടുവിൽ നിയമമാക്കിയിരിക്കുകയാണ്, പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെയാണ് 4 വർഷമായി ഫ്രീസറിൽ വെച്ചിരുന്ന ചട്ടങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. ജനങ്ങളെ മതപരമായി ധ്രുവീകരിച്ചുകൊണ്ട് വോട്ടു നേട്ടമുണ്ടാക്കാനുള്ള ഹീനതന്ത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് വിമർശിക്കുന്നു. എന്നാൽ മതപരമായ ലക്ഷ്യങ്ങളില്ല എന്ന ഭംഗിവാക്കാണ് കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്ന് പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉള്ളിലുള്ള മോഹങ്ങൾ എന്തൊക്കെയാണ്? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ചരിത്രപരമായ പ്രതിഷേധത്തിന്റെ ഓർമ്മ നമ്മുടെ മുൻപിലുണ്ട്. വീണ്ടും ഇന്ത്യ ഒരു സമരകാലത്തിലേക്ക് വരാൻ പോവുകയാണോ? സർക്കാർ ആഗ്രഹിക്കുന്നതും ആ സമരമാണോ? പൗരത്വ നിയമ ഭേദഗതിയുടെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? സുപ്രീം കോടതിയിലുള്ള കേസാണിത്. പൗരത്വ നിയമത്തിലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഹർജി കോടതിയിലുണ്ട്. പക്ഷെ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്നതിന്റെ ബലത്തിലാണ് സർക്കാർ ചട്ടവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇനിയെങ്കിലും കോടതി ഇതിനകത്ത് ഇടപെടുന്നുണ്ടോ? പല ചോദ്യങ്ങളുണ്ട് ഈ രാത്രിയിൽ. നമ്മളൊപ്പം ഈ ചർച്ചയിലുള്ളത് CPIM-ൽ നിന്ന് നിതിൻ കണിച്ചേരി, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് BJP നേതാവ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതി അഭിഭാഷകൻ, NP ചെക്കുട്ടി നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ കൃഷ്ണദാസ്, കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഒരു കേൾവിയും ഉണ്ടായിരുന്നില്ല പൗരത്വ നിയമത്തെക്കുറിച്ച്. ഇപ്പോൾ പെട്ടെന്ന് 40 പേജുള്ള ചട്ടങ്ങൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഏത് മണിക്കൂറിലും ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാം, തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ആയുധം അതാക്കാം എന്നതാണോ നിങ്ങളുടെ പ്ലാൻ? അല്ല, ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷക്കാലം മോഡിയുടെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, BJPയുടെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, അതോടൊപ്പം തന്നെ രാജ്യത്തെ സർവമാന മേഖലകളിലും ഉണ്ടായിട്ടുള്ള വികസനം, ഈ രാജ്യം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നേടിയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള വികസനം, ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ചർച്ചയുടെ ഭാഗമായിട്ടോ പുറത്തു വരുന്ന ഒന്നല്ല. കഴിഞ്ഞ 4-5 വർഷക്കാലമായി രാജ്യത്ത് അതിലേറെ വർഷക്കാലമായി ഉയർന്നു വന്നിട്ടുള്ള ആവശ്യങ്ങൾ അത് നിയമത്തിൻ്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നു, അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇതിൽ യാതൊരു പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യവും ഇതിൽ കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഓരോരോ കമ്മ്യൂണിറ്റീസിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളിൽ ആർക്കൊക്കെയാണ് ഇതിൻ്റെ പൗരത്വ സംവിധാനം പുതുതായി നിലവിൽ വരുന്ന സമയത്ത് അത് ആരെയൊക്കെയാണ് അതിൻ്റെ ബാധിക്കാൻ പോകുന്ന ആളുകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രത്യേകമായൊരു ആശങ്കയും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടാകേണ്ട സാഹചര്യം നിലവിലില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന മതപരമായി ഏതെങ്കിലും വിവേചനം നേരിടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള 6 കമ്മ്യൂണിറ്റീസിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ആ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള വിഭജനത്തിൻ്റെയോ അല്ലെങ്കിൽ വിഭാഗീയതയുടെയോ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പ്രാധാന്യം കാണേണ്ടതില്ലല്ലോ. അതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ലല്ലോ ഈ നിയമം നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ മോഡി ഗവൺമെൻറ്റിൻ്റെ 2ാമത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം NDAയുടെ 2ാമത്തെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അത് ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം തന്നെ നിലവിലില്ല. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് 10 വർഷക്കാലത്ത് മോഡി ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായിട്ടുള്ള വികസന പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചകളും വിഷയങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഉള്ളൂ. താങ്കൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജനോപകാരപ്രദമായ സർക്കാർ പദ്ധതികളെ കുറിച്ച് മാത്രമേ ചർച്ച ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരേണ്ട സംഗതിയല്ലല്ലോ ഇത്. ഇനിയിപ്പോൾ നിങ്ങളുടെ പദ്ധതിയുടെ ഭാഗമാണ്, പ്രതിജ്ഞയുടെ ഭാഗമാണെങ്കിൽ ഇതിനു മുമ്പ് എമ്പാടും സമയം ഉണ്ടായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് പ്രഖ്യാപിക്കുന്ന എല്ലാത്തിലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കണമെന്ന ഉദ്ദേശമുണ്ട്. ശ്രീ കൃഷ്ണദാസ്, അത് മനസ്സിലാവാത്ത മനുഷ്യന്മാരാണോ കേരളത്തിലുള്ള ആളുകൾ, ഇന്ത്യയിലുള്ള ആളുകൾ? അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എന്തൊക്കെയാണ് വിഷയമാവേണ്ടത്? അവയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇംപ്ലിമെന്റ് ചെയ്യുക, കൊണ്ടുവരിക, പ്രഖ്യാപിക്കുക, പ്രസംഗിക്കുക. അവയെല്ലാം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കണം എന്നത് വെച്ചിട്ടാണ്. രാമക്ഷേത്രത്തിന്റെ പണി മുഴുവൻ പൂർത്തിയാവുന്നതിന് മുൻപ് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് എന്തിനാണ്? നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പം നിങ്ങളതിനെ
ഭംഗിവാക്കുകൾ കൊണ്ട് എതിർത്താലും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പറയും സർക്കാർ കുറേ ജനപക്ഷ സംഗതികൾ ചെയ്തു, പക്ഷെ ചർച്ച ചെയ്യേണ്ടത് ഡിവിസീവായിട്ടുള്ള സംഗതികളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നിഷാദെ, അങ്ങനെ ഒരു വിവക്ഷ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലാണെങ്കിലും അവർ പിന്തുണച്ചിട്ടുള്ള UPA-യുടെ ഗവൺമെൻറ് ഇരുന്ന കാലഘട്ടത്തിൽ കേന്ദ്രത്തിലാണെങ്കിലും ആ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും ഒരു കാലഘട്ടത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അഴിമതി എന്നുള്ളത് ഈ രാജ്യത്ത് ഒരു തരത്തിലും ആരോപിക്കപ്പെടാൻ പോലും കഴിയാത്തത്രയും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി രഹിതമായിട്ടുള്ള സർക്കാരുമായി മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് എല്ലാ മേഖലയിലും ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയി. പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട ബില്ലാണ് ഇത് എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് വന്നതാണെങ്കിൽ, ഈ സമയത്തല്ലല്ലോ അത് വന്നത്, അത് 2019 അവതരിപ്പിക്കപ്പെടുകയും അത് പാർലമെന്റിനകത്തും രാജ്യസഭയ്ക്കകത്തെല്ലാം അവതരിപ്പിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ റൂൾസ് മാത്രമാണ് ഫ്രെയിം ചെയ്യാനുണ്ടായിരുന്നത്. ആ നിയമം നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിട്ടുള്ള നിയമമാണ്. അതിന്റെ റൂൾസ് ചട്ടങ്ങൾ പുറത്തിറക്കാൻ, നിയമം പ്രാബല്യത്തിലാക്കാൻ സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പ് സമയം നോക്കിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ബില്ല്, ഈ തെരഞ്ഞെടുപ്പിൽ ചട്ടം. അതിനിടയ്ക്കുള്ള സമയത്തെ അതിന് പ്രയോജനപ്പെടുത്താത്തത് കേവലമായ തെരഞ്ഞെടുപ്പ് ആശയമാക്കി അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ആലോചന അതിന് പിന്നിലുണ്ട് എന്ന് ന്യായമായും നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനമാണത്. അല്ല, അങ്ങനെ അതിനെ കാണേണ്ടതില്ലെന്നേ. കാരണം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അങ്ങ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, അത് 1980കളുടെ കാലഘട്ടം മുതൽ ഏതാണ്ട് 30-35 വർഷക്കാലമായി രാജ്യത്ത് നിലനിൽക്കുന്ന പ്രക്ഷോഭങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ്, അതിനേക്കാൾ ഇരട്ടി വർഷം കേസുകളും സുപ്രീം കോടതിയിൽ കേസുകളും നിരവധി കോടതികളിൽ കേസുകളും എല്ലാം നടന്നതിന് ശേഷമുണ്ടായിട്ടുള്ള ഒരു പരിണാമം മാത്രമാണ് അതിൻ്റെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന നടപടികളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ നിയമം വരുന്നത്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വരുന്നത് 2019 വന്നതിന് ശേഷം അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള നടപടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ എത്രയോ തവണ ഇത് കോടതി കയറുന്ന സാഹചര്യമുണ്ടായി, കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായില്ലേ, അതിൽ സ്റ്റേ ഉണ്ടായില്ല. അപ്പൊ സ്വാഭാവികമായും ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ യാതൊരു തരത്തിലുള്ള തടസ്സവും സർക്കാരിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളത് നിലവിലെ നിയമപരമായിട്ടുള്ള സാഹചര്യമല്ലേ. നിങ്ങൾ ഭരണഘടന അനുസരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭരണഘടനാപരമായ നിലപാടുകൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോടതികളെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, കോടതി നടപടികൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നടപടികളും അതിന്റെ നടപടിക്രമങ്ങളും അതനുസരിച്ച് മാത്രമല്ലേ പോകുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ചട്ടങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രതിജ്ഞ നിറവേറ്റി എന്ന് ആളുകളോട് പറയാൻ കൊണ്ടുവരുന്നതാണോ, അതോ ഇതിന്മേൽ ആരൊക്കെ കയറി പിടിക്കുന്നുണ്ട് എന്ന് നോക്കാനാണോ? ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മുസ്ലിം മൈനോറിറ്റി ഇത് ഏറ്റെടുക്കുകയും ഇതിന്മേലൊരു വലിയ പബ്ലിക് പ്രൊട്ടസ്റ്റിലേക്ക് പോവുകയും ചെയ്താൽ, മുമ്പ് മോദി പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സമരം ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. ആ നിലയ്ക്ക് ഒരു മുസ്ലിം മൈനോറിറ്റിയെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുക, അവർ സമരവുമായി വന്നാൽ നോക്കൂ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള ഒരു സമരത്തിലേക്ക് അവർ വന്നിരിക്കുകയാണ് എന്ന നിലയ്ക്കുള്ള ഒരു വളരെ പ്രത്യക്ഷത്തിലുള്ള ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ കഴിയും എന്ന ആലോചനയാണോ, അതോ ഇത് പ്രതിജ്ഞ നിറവേറ്റലാണോ? അല്ല, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ 92-ന് ശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും അവസാനമാകുമ്പോഴേ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പതിവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വികസനത്തിലാണ് ആദ്യം ഒന്നുക, വികസന പുരുഷൻ എന്നൊക്കെ പറയും, വികസന അജണ്ടകൾ മുന്നോട്ട് വയ്ക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ യഥാർത്ഥത്തിൽ മുഖം എല്ലായ്പ്പോഴും പുറത്തു വരും. അത് രാമക്ഷേത്രമായാലും ശരി, മറ്റൊരു വിഷയങ്ങളായാലും ശരി, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ CA ആയാലും ശരി, അതൊക്കെ തന്നെ ഡിവൈസീവ് ആയിട്ടുള്ള അജണ്ടകൾ, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അജണ്ടകൾ, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അജണ്ടകൾ, ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കുന്ന അജണ്ടകൾ, ഈ തരത്തിലുള്ള അജണ്ടകളാണ് എല്ലാ കാലത്തും തങ്ങൾക്ക് ഒരേ ഒരു അന്ത്യവുമായിട്ട് തങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഇടയുള്ളത് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. ആ ഒരു ബോധ്യമാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത്. കാരണം 10 കൊല്ലത്ത് ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെങ്കിൽ ഇപ്പോഴല്ല ഈ CA വരേണ്ടത്. CA യഥാർത്ഥത്തിൽ ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ ആദ്യകാലത്ത് തന്നെ അവതരിപ്പിക്കുകയും പാസ്സാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ പേരിൽ സമരങ്ങളുണ്ടായിരുന്നു, പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കോവിഡ് വന്നു, ആ സമരങ്ങളൊക്കെ മാറ്റിവെച്ചു. ഇപ്പോൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് വന്നിട്ടില്ല. സാങ്കേതികമായി
പ്രാവർത്തികമായിട്ട് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ മോഡിലാണ്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വോട്ട് പിടിക്കുക നടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സാങ്കേതികമായിട്ട് മാത്രം വരാനിരിക്കുന്ന ഒരു കോഡ് ഓഫ് കോണ്ടക്ട് നമ്മുടെ നാട്ടിൽ നടപ്പിലായി കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിന് അന്തരീക്ഷം വന്നു കഴിഞ്ഞു. എല്ലാ പാർട്ടികളും രംഗത്താണ്. ആ സമയത്ത് ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് അജണ്ട മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ബി ജെ പിക്ക് രാഷ്ട്രീയമായിട്ടൊന്നും പറയാനില്ല, ബി ജെ പിക്ക് അവകാശവാദങ്ങൾ പറയാനില്ല, ഭരണ നേട്ടങ്ങൾ പറയാനില്ല. ആകെ പറയാനുള്ളത് ഈ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന അജണ്ടയിലേക്ക് അവസാനം അവർ തിരിച്ചെത്തുകയാണ്. ഇത് എല്ലാ കാലത്തും ബി ജെ പിയുടെ ഒരു കഷ്ടകാലമാണിത്. കാരണം രാഷ്ട്രീയമായിട്ടൊരു ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു പാർട്ടിയെന്ന് ഈ 10ാം വർഷത്തിൽ പോലും അവർ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നു പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദയനീയമായിട്ടൊരു പതനമായിട്ടാണ് ഞാനത് കാണുന്നത്. ഓക്കെ, ചെക്കുട്ടി, പക്ഷേ ഇത് വർക്കാവാനുള്ള സാധ്യത എന്തുമാത്രമാണ്? കാരണം ഇതിനൊരു ഒരു എന്താ പറയുക, ഒരു സമരരൂപം ഉണ്ടാവുക, ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാവുക, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുക. അപ്പോഴാണ് സത്യത്തിൽ ബി ജെ പി ആഗ്രഹിക്കും പ്രകാരം ഇതൊന്ന് വികസിക്കുക. അത് ആ നിലയ്ക്ക് വളരാൻ, അത് ആ നിലയ്ക്ക് വർക്കാവാനുള്ള സാധ്യത എന്തുമാത്രം ഉണ്ട് ഈ അവസാന മൊമെന്റിൽ? ഇല്ല, സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്താ പറയുക, കോൺഫ്രണ്ടേഷനിലേക്കല്ല പോവുക. തെരഞ്ഞെടുപ്പ് ഒരു അന്തരീക്ഷമുണ്ട് ഈ രാജ്യത്ത്. തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനാധിപത്യപരമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളാണ് എല്ലാ വിഷയത്തിലും സമരത്തിന് മുമ്പോട്ട്. അപ്പോൾ സമരത്തിലേക്ക് പോകാനുള്ള ഒരു അന്തരീക്ഷമല്ല ഏത് ന്യൂനപക്ഷ പാർട്ടികളായാലും ശരി, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പാർട്ടികളായാലും ശരി, മതേതര പാർട്ടികളായാലും ശരി, ആർക്കും സമരത്തിലേക്ക് പോകാൻ സമയമുള്ളത്. ഇപ്പം ജനങ്ങളിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള എന്താ പറയുക അമിതമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കുന്ന അജണ്ടകളിൽ നിന്ന് മിക്കവാറും പാർട്ടികളൊക്കെ മാറി നിൽക്കാനാണ് സാധ്യതയുള്ളത്. കാരണം അവർ ക്യാമ്പയിനിലേക്ക് പോകേണ്ട കാര്യമില്ല. അവർ കോടതി പോകും. ഇപ്പോൾ മുസ്ലിം ലീഗ് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്താൽ മുസ്ലിം ലീഗ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ കോടതി പോകാൻ പോകുന്നത്. അതാണ് ശരിയായ ജനാധിപത്യ രീതി. ആ തരത്തിലുള്ളത് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു സമരത്തിൻ്റെ വിഷയമുള്ളൂ. ഇപ്പോൾ സമരം എന്ന് പറയുന്നത് ആരും ഏറ്റെടുക്കാനിടയില്ല. കാരണം അതല്ല ശരിയായ, ഇതിനെ നേരിടാനുള്ള ശരിയായ വഴി തെരഞ്ഞെടുപ്പിലൂടെ ക്യാമ്പയിനിലൂടെ ഇതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശരി, ശ്രീ സുപ്രീം കോടതി അഭിഭാഷകനായ ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇതിനകത്ത് വിയോജിക്കുന്നവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഇതിൻ്റെ നിയമപരമായ വശം പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നു എന്നതാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു സ്റ്റേ സുപ്രീം കോടതി അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചട്ടങ്ങൾ, റൂൾസ് പുറത്തിറക്കിയിരിക്കുന്നു. അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. കോടതി ഇടപെടലിനെ എന്തുമാത്രം പ്രതീക്ഷയോടെ കാണണം? കോടതിക്ക് എന്തുമാത്രം വേഗത്തിൽ ഇടപെടാൻ കഴിയുന്ന നിയമലംഘനം ഇതിനകത്തുണ്ട് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതോ ഇത് നിയമപരമാണോ? അത് നിയമപരമല്ല. കോടതി ഇടപെടും. കോടതിയിൽ നിന്ന് എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നേരത്തെ ഇവിടെ ശ്രീ ചെറുപ്പുട്ടി പറഞ്ഞതുപോലെ അത് കോടതിയിൽ നിന്നുള്ള ഒരു പ്രതിവിധിയേ ഉള്ളൂ. കോടതിയിൽ നിന്ന് തന്നെ, അത് അജിറ്റേഷൻ അല്ല, കോടതിയിൽ കേസുകൾ ഇരിക്കുന്നു. ഒരുപാട് പെറ്റീഷൻസ് ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള പെറ്റീഷൻസ് കോടതിയിൽ ഇപ്പോൾ പെൻഡിങ് ആണ്. ഇൻക്ലൂഡിങ് ഒരു യു എൻ ഹൈക്കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അവർ പേഴ്സണലായിട്ട് ഫയൽ ചെയ്ത ഒരു പെറ്റീഷൻ പോലും ഉണ്ട്. അത് വളരെ അപൂർവമായിട്ട് ചെയ്യുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ എന്തുകൊണ്ടാണ് യു എൻ ഹൈക്കമ്മീഷണർ, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഹൈക്കമ്മീഷണർ വന്നിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്? അവർ പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയോ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഓബ്ലിഗേഷൻസോ അത് രണ്ടും ഒരു മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും മാറ്റി നിർത്തുന്നത്, വിവേചനം കാണിക്കുന്നത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൗണ്ട്. ഇതിൽ ഒരു നിയമം പാസ്സാക്കുമ്പോൾ എപ്പോഴും അതിന് ഒബ്ജക്റ്റ് ആൻഡ് റീസൺസ് എന്ന് പറയും. അതായത് എന്ത് കാരണത്തിൻ്റെ പുറത്താണ് ഈ 3 രാജ്യങ്ങളിൽ നിന്ന്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം എക്സ്പെഡിറ്റ് പെട്ടെന്ന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം പറഞ്ഞത്, ആ കാരണങ്ങൾ ഈ മുസ്ലിം വിഭാഗത്തെ മാത്രം ഒഴിച്ചു നിർത്തുന്നതിന് തക്കതായിട്ടുള്ള കാരണങ്ങളാകുന്നില്ല എന്നാണ് ഹൈക്കമ്മീഷണർ അവരുടെ അഫിഡവിറ്റിൽ പറയുന്നത്. അതായത് മതത്തിൻ്റെ പേരുള്ള ഒരു വിവേചനമായി കഴിഞ്ഞു. അത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ്, ഇതുവരെ ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ട്രീറ്റികൾ പലതും ഓരോന്ന് എടുത്ത് കാണിച്ചിട്ട് ഇത് ഇന്ത്യ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. അപ്പൊ ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല. ഇന്ത്യ ഇപ്പോഴും പേപ്പറിൽ ഒരു സെക്കുലർ രാജ്യമാണ്. ഇന്ത്യ ഇപ്പോഴും ഒരു ഹിന്ദു രാഷ്ട്രം ആയിട്ടില്ല. പേപ്പറിൽ ഡിഫാക്റ്റോ അത് പലതും ഓരോ കാര്യങ്ങൾ നടപ്പാക്കി വരുന്ന നയങ്ങൾ നടപ്പാക്കി വരുമ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, ജാനുവരി 22-ന് അയോധ്യയിൽ അമ്പലം ഉദ്ഘാടനം ചെയ്തത് സെക്കുലർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വഴി പ്രത്യേകമായിട്ടൊരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുമ്പോൾ അത്
ആ രാജ്യങ്ങളിലെ മജോറിറ്റി ആയതുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നു. പക്ഷെ വീണ്ടും UN ഹൈക്കമ്മീഷണർ പറയുന്നത് അവിടെ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട പലർക്കും വിവേചനം വരുന്നുണ്ട്. അത് അഹമ്മദിയാസ്, ഷിയാസ്, അങ്ങനെയുള്ള പലരും പാകിസ്ഥാനിലൊക്കെ വിവേചനം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പോൾ അതല്ല ഇതിന്റെ കാരണം. എന്താണ് ഈ നിയമം ഉണ്ടാക്കുന്നതിന്റെ റീസണബിൾ ആയിട്ട് എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഇത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന തുല്യരല്ലാത്തവരെ ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ വേണം. എന്താണ് ഇതിന്റെ ഇങ്ങനെ വിവേചനം കാണിക്കാനുള്ള കാരണം? അതിനൊരു കാരണമില്ല. അത് പക്ഷേ സുപ്രീം കോടതിയിലെ മെറിറ്റിൽ ആർഗ്യ ചെയ്ത് ഒരു ഭരണഘടനാ ബെഞ്ച് തന്നെ ഇത് അസാധുവാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. സ്റ്റേയുടെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ. സാധാരണഗതിയിൽ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഒരു ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒരു നിയമം സ്റ്റേ ചെയ്യാറില്ല. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒന്നുകിൽ ആ നിയമം ഭരണഘടനയ്ക്ക് അനുസൃതമാണെന്ന് പറയും, ഇല്ലെങ്കിൽ ആ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ആ നിയമത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് ക്വാഷ് ചെയ്യും. ചിലപ്പോൾ നിയമം മുഴുവനായിട്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഡിക്ലെയർ ചെയ്യും. അതല്ലാതെ ഇടയ്ക്ക് ഒരു സ്റ്റേ കൊടുക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നുണ്ട്. അതിവിടെ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗവൺമെന്റിന് അതിനുള്ള അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരം ഉണ്ടെന്നാണ് അതിന്റെ ഉത്തരം. നയങ്ങൾ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയം നല്ലതല്ല. ഭരണഘടനാ വിരുദ്ധമാണോ? ആണ്. പക്ഷെ ആരാണ് പറയേണ്ടത്? അത് കോടതിയാണ് പറയേണ്ടത്. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന പെറ്റീഷൻസ് പെട്ടെന്ന് എടുത്തിട്ട് അതിന്റെ പുറത്ത് വിധി വന്നാൽ മാത്രമേ ഇത് തടയാൻ കഴിയൂ. നേരത്തെ പറഞ്ഞ അതിഥികളുടെ ആ ഒരു ആത്മവിശ്വാസത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ചെയ്യാനുള്ള സുപ്രീം കോടതി വളരെ വേഗത്തിൽ ഒരു ദിവസം വാദം കേട്ട് സ്റ്റേ അനുവദിക്കുക പോലുള്ള ഏർപ്പാട് സങ്കീർണമായ ഈ നിയമത്തിൽ സാധ്യമല്ല. വിശദമായ വാദം കേട്ട് സമയമെടുത്ത് ഇത് വാലിഡ് ഓർ ഇൻവാലിഡ് എന്ന് കോടതി തീരുമാനിക്കും. ആ ഒരു പ്രോസസ്സിന് സാധ്യതയേ ഉള്ളൂ. അതാണ്. അല്ല, ഈ ഒരു നിയമത്തിൽ മാത്രമല്ല, സാധാരണ ഒരു നിയമത്തിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ ആ നിയമം ഭരണഘടനാ സാധുത ഉണ്ടെന്ന് ഡിക്ലെയർ ചെയ്യണം. ഇതല്ലാതെ നിയമത്തിലെ പെട്ടെന്നൊരു സ്റ്റേ കൊടുക്കാറില്ല. അല്ലെങ്കിൽ പ്രൈമാ ഫേസി അത് സാധാരണഗതിയിൽ ഒരു കേസിലും കാണാറില്ല. ഇത് പ്രത്യേകിച്ച് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ആണ് ഇതിൽ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സിനകത്തുള്ള വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന നിയമമാണ്. അതുകൊണ്ട് കോടതി തീർച്ചയായിട്ടും അതിന്റെ വിശദമായ വാദങ്ങൾ കേട്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ ഗവൺമെന്റ് ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് നയപരമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നതിനോ ഇത് നടപ്പാക്കുന്നതിനോ തടസ്സങ്ങളും ഇല്ല. യെസ്, അതാണ് അതിന് നിയമപരമായ വശം പ്രാഥമികമായി പറയുമ്പോൾ അങ്ങനെയാണ്. നിതിൻ കാണിച്ചേരി, CPIM നേതാവ്, നിതിൻ കാണിച്ചേരി, ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന രാജ്യത്തെ ഒരു നിയമമാണ്, ലോ ഓഫ് ദ ലാൻഡ് എന്ന് വിളിക്കാവുന്ന ഒന്ന്. അത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നൊരു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ട്. പക്ഷെ അതിന്റെ പ്രായോഗിക വശം എന്തുമാത്രം സാധ്യതയുള്ള ഒന്നാണ്? ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തിട്ടുള്ള ഈ CAA നിയമത്തിന്റെ വിജ്ഞാപനത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. വർഗീയ ധ്രുവീകരണം മാത്രം ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ശ്രീ നിഷാദ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 5 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് മാസം 9-ഓ 10-ഓ ഏതോ തീയതിയിലാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്തരം ചില വർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്നുള്ള നിയമങ്ങൾ, ഈ CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പിൽ, ഈ നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, രാജ്യത്ത് സ്ഥാനാർത്ഥികൾ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും NDA ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യമാകെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. സാങ്കേതികമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ നിശ്ചയിച്ചിട്ടില്ല എന്ന് മാത്രം. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ CAAയുടെ ഈ വിജ്ഞാപനം കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വർഗീയമായ ധ്രുവീകരണം രാജ്യത്തിനകത്ത് ഉണ്ടാക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടും എന്ന തിരിച്ചറിവ് BJPക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. BJPക്ക് തന്നെ അധികാരത്തിലേക്ക് എത്താൻ കഴിയും എന്ന് BJPക്ക് തന്നെ ഉറപ്പാണെങ്കിൽ എന്തിനെ ഇത്ര തിടുക്കപ്പെട്ടത് കൊണ്ടുവരേണ്ട കാര്യം എന്താ? അപ്പം BJPക്ക് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ഇന്ത്യയിൽ തിരിച്ചെത്താൻ കഴിയില്ല എന്ന് BJPയുടെ നേതൃത്വം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ആ മനസ്സിലാക്കിയ തിരിച്ചറിവിൽ നിന്ന് വർഗീയ ധ്രുവീകരണത്തിലൂടെ മതനിരപേക്ഷത അട്ടിമറിച്ച് എങ്ങനെയെങ്കിലും രാജ്യത്തിനകത്ത് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്ന BJPയുടെ ദുഷ്ടലാക്കിൽ നിന്നുമാണ് ഈ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. ഇത് പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മതനിരപേക്ഷത എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭരണഘടനാ മൂല്യത്തെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. ആ നിയമത്തിന് ഒരിക്കലും നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിൽക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് ഇത് കേരളത്തിനകത്ത് നടപ്പിലാക്കില്ല എന്ന്.
ഈ നിയമം പാർലമെന്റിനകത്ത് പാസ്സാക്കുകയും BJP ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ ആദ്യം ഇതിനെതിരായി പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനമാണ് കേരളം. അന്ന് കേരളമെടുത്ത ആ നിലപാട് അന്ന് തന്നെ മുഖ്യമന്ത്രി ഇടതുപക്ഷം പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിൽ നിന്ന് ഒരു നിലയിലും വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ BJP ഈ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തങ്ങൾക്ക് വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന മാറ്റുമെന്ന് BJPയുടെ ഉത്തരവാദിത്തമുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ടയാൾ പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ തലസ്ഥാനത്തിനകത്ത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ BJPയുടെ നേതൃത്വത്തിലുള്ളൊരു പോലീസുകാരൻ ചെയ്തത് എന്താണ് എന്ന് രാജ്യം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ രാജ്യത്തിനകത്ത് മതവിശ്വാസികളെ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ആളുകളെ തിരഞ്ഞുപിടിച്ച് അപരവൽക്കരിക്കാൻ, അങ്ങനെ അപരവൽക്കരണത്തിലൂടെ അവരെ ഈ രാജ്യത്തിന്റെ ദേശീയതയുടെ എതിർചേരിയിലാണ് എന്ന നിലയിൽ ഒരു രാഷ്ട്രീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇപ്പോൾ BJPയുടെ സർക്കാർ കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് മാത്രമാണ് ഇന്ന് പുറത്തു വിഭജനത്തിന്റെ ആശയം പാറ്റി നോക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ BJPയെ സംബന്ധിച്ച് നിതിൻ, അവർ കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ അവർ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന അജണ്ടയിൽ എല്ലാവരും കുരുങ്ങുക എന്നതാണ് അവർ കാണുന്ന കാര്യം. പൗരത്വ നിയമം നടപ്പിലാക്കിയോ അതിൻ്റെ ഇരകൾ ആരെങ്കിലും ഇപ്പം പെട്ടെന്നുണ്ടോ എന്നല്ല, അവരൊരു ഡിവിസീവായിട്ടുള്ള ഒരു വിഭജനാശയം മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ ആരൊക്കെ വരുന്നു, എൻഗേജ് ചെയ്യുന്നു, അത് വികസിക്കുന്നു എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. സോ അവരിപ്പോൾ പൗരത്വ നിയമം കൊണ്ടുവന്നു, എല്ലാവരും കൂടി അതിന്മേൽ വന്ന് എൻഗേജ് ചെയ്യുക, ആ അജണ്ടയിൽ കുരുങ്ങുക എന്ന് വെച്ചാൽ BJP ജയിച്ചു, നിയമം നടപ്പിലായില്ല എന്നുള്ള വേറെ കാര്യമാണ്. അല്ല, ആ നിലയ്ക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത എന്തുമാത്രം ഉണ്ടെന്നാണ് ഇതിന് തോന്നുന്നത്? നോക്കൂ, ഇന്ത്യ ഒരു മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഭൂരിപക്ഷം ജനതയുള്ള ഒരു രാജ്യമാണ്. മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനതയാണ് ഈ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഇന്ത്യയിലെ വോട്ടർമാർ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. ആ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനം ഒറ്റക്കെട്ടായി, നിങ്ങൾ CAA ഇതിനു മുമ്പ് പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്ന കാലത്ത് നമ്മൾ കണ്ടതല്ലേ, രാജ്യത്തിനകത്ത് ആ പ്രക്ഷോഭം ഉയർന്നു വന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു നിലയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിന് അതീതമായി മറ്റെല്ലാ വിഭജനത്തിനും അതീതമായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് രാജ്യത്തിനകത്താകെ ഉയർന്നു വന്നത്. തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ BJP ഇപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് നടപ്പിലാവില്ല എന്ന് മാത്രമല്ല, ഇത് BJPക്കെതിരായ ഒരു വിധിയെഴുത്തിന് കേരളം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലായിടങ്ങളിലും BJPക്കെതിരായ വികാരം രൂപപ്പെടുന്നതിന് കാരണമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJP കരുതുന്നത് താങ്കൾ പറഞ്ഞ പോലെ ഇതിനെല്ലാവരെയും എൻഗേജ് ചെയ്ത് അല്ലെങ്കിൽ ഈ വിഷയത്തിലേക്ക് കൊണ്ട് കെട്ടുന്നതിന് വേണ്ടിയും അങ്ങനെ ഒരു ചർച്ച രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണ്. പക്ഷേ അത് രാജ്യത്തിന്റെ ജനം തിരിച്ചറിയുമെന്നും ആ തിരിച്ചറിവിൽ നിന്ന് BJPക്ക് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള പരമാവധി സീറ്റുകൾ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള പരമാവധി സീറ്റുകൾ അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് കുറവ് മാത്രമേ ഉണ്ടാകൂ. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരത്തിൽ തിരിച്ചെത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ചില നിയമങ്ങളുമായി BJP ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കരമായ കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ജനപ്രിയ പരിപാടികൾ നടപ്പിലാക്കി, ഇന്ത്യയെ വിശ്വഗുരുവാക്കി ഉയർത്തി, ലോകത്തിന്റെ നെറുകയിൽ ഭാരതത്തെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്ന നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് തലേന്ന് ഇപ്പോഴും ഈ വക സംഗതികൾ എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ആത്യന്തികമായി നിങ്ങളുടെ അഭയം വിഭജനത്തിലാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണോ? വിഭജനാശയമില്ലാതെ വിജയിക്കാൻ ഒരു നിലയ്ക്കും കഴിയാത്ത ഒരു ദുർബല സംഘമാണ് എന്ന് നിങ്ങൾ സ്വയം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണോ ഇതുവഴി? നിഷാദ്, ശ്രീ ചേക്കുട്ടിയെ സംബന്ധിച്ചും ശ്രീ നിതിനെ സംബന്ധിച്ചും ഇതിൽ BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം പറയുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെയും അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെയും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം ഭാഗമാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. കേരളത്തിലെ LDF ഗവൺമെൻറ് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും 13,000-ലധികം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള അവകാശം ചോദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചതും കേസ് നടന്നുകൊണ്ടിരിക്കുന്നതും. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും സ്വതന്ത്രമായി അവരുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില കൊണ്ടുപോകാനും ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും രാജ്യവും ആ തരത്തിൽ മുന്നോട്ട് പോകാനും ശ്രമിക്കുമ്പോഴാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും പണമില്ലാത്തൊരു സർക്കാർ കടം വേണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാനത്തെ രാജ്യത്തെ ഏറ്റവും അധികം കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാമത് കേരളമല്ല. രാജ്യത്തെ ഏറ്റവും അധികം കടമെടുക്കുന്ന സംസ്ഥാനം കേരളമല്ല.
അല്ല, കേന്ദ്ര സർക്കാർ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 50%-ലധികം കടമെടുത്ത കേന്ദ്ര സർക്കാരുള്ള രാജ്യമാണ് ഈ രാജ്യം. അല്ല, നിങ്ങൾ അങ്ങനെ പറയല്ലേ. കേരളം മാത്രം കടം മേടിച്ച് ജീവിക്കുന്ന ഒരു ഉപകാരമില്ലാത്ത ഒരു സംസ്ഥാനമാണെന്ന് സ്ഥാപിച്ച് വേറെ പോയിന്റിലേക്ക് പോവല്ലേ? ഞാൻ അങ്ങനെ ഒരു നരേറ്റീവിലേക്കല്ലല്ലോ പോയത്. ഞാൻ പറഞ്ഞത് കേരള ഗവൺമെന്റ് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പണമില്ലാത്തത് കൊണ്ട് കടമെടുത്താൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, കോടതിയിലല്ലേ അവരത് പറഞ്ഞത്. നമ്മുടെ മാത്രം പൈസ കഴിയൂ എന്ന് കോടതിയിൽ സർക്കാർ പിടിച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ മാത്രം പ്രശ്നത്തിലായത്. 13,008 കോടി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ, തന്നല്ലോ. ഇപ്പോ തരാനുള്ളത് അതാണോ കടം കെട്ട? അങ്ങനെ ഒരു കേസില്ലെന്നേ. എന്റെ നിഷാദിന് ഈ സംസ്ഥാനത്തിന് കോടതിയിൽ കൊടുത്ത കേസിനപ്പുറത്തേക്ക് ഒരു കേസ് കോടതി കൊടുത്ത കേസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നമുക്ക് ഊർജ്ജ പരിഷ്കരണത്തിന്റെ ഭാഗമായി അനുവദിച്ച തുക 4,866 കോടി തന്നില്ല. അത് തരണമെന്നല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ പബ്ലിക് അക്കൗണ്ടിലെ നിക്ഷേപം തെറ്റായി കണക്കാക്കിയത് പോലെ നമുക്കുണ്ടായിട്ടുള്ള 4,323 കോടി അത് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളത് പിടിച്ചു വെക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് പെട്ടെന്നൊരു ഞെരുക്കം. കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ അത് തരാമെന്ന് പറഞ്ഞില്ലേ? അല്ല, ആവശ്യം അതല്ല. പക്ഷെ അത് തരാമെന്ന് പറഞ്ഞില്ലേ? അർഹതപ്പെട്ടത് പോലും പിടിച്ചു വെക്കാണ്. അതൊന്നും അല്ല നിഷാദേ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കേരളം ആവശ്യപ്പെട്ടത് 57,000 കോടി രൂപ കടമെടുക്കാനുള്ള അവകാശമാണ്. അങ്ങനെ അവകാശമുണ്ട് എന്ന് അവർ പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്നുള്ളതല്ല അവരുടെ കേസ്. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്നുള്ള കണക്കുകൾ അവർ സൂചിപ്പിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു പണം കൊടുക്കാനില്ല. ഇപ്പൊ കടമെടുക്കുന്നതിന്റെ പരിധി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേസ്, അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്നുള്ളതല്ല കേസ്. എന്താ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അങ്ങനെയല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ 13,650 കോടി റിലീസ് ചെയ്യുന്നതിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഊർജ്ജ മേഖലയിലെ പരിഷ്കരണത്തിന്റെ ഭാഗമായി നമുക്ക് അനുവദിച്ച 4,866 കോടി രൂപ തരാമെന്ന് സമ്മതിച്ച പൈസ പബ്ലിക് അക്കൗണ്ടിലെ നിക്ഷേപം തെറ്റായി കണക്കാക്കിയത് മൂലം കടമെടുപ്പിൽ നമുക്ക് കുറച്ച 4,323 കോടി തരാമെന്ന് സമ്മതിച്ചതിൽ പെടുന്നു. കഴിഞ്ഞ വർഷത്തെ വായ്പാ അനുമതിയിൽ ബാക്കി നിൽപ്പുള്ളത് 1,877 കോടി തരാമെന്ന് പറഞ്ഞതാണ്. പുനർവായ്പ ഇനത്തിലുള്ളത് എന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് ലോൺ 2,543 കോടി, ആകെ 13,609 കോടി. ഒറ്റ ചോദ്യത്തിൽ നമുക്ക് കിട്ടേണ്ട പൈസയാണ്. അതിനാണ് നമുക്ക് കോടതിയിൽ പോകേണ്ടി വന്നത്. അതാണ് കൊടുക്കാമെന്ന് സ്പോട്ടിൽ സമ്മതിച്ചത്. നമുക്ക് ഇത്തരം പൈസയൊക്കെ പിടിച്ചു വെക്കുകയാണ്. അപ്പൊ നമ്മളൊന്നും ഞെരുങ്ങും. വേറെ ആരെയും പിടിച്ചു വെക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊന്നും പിടിച്ചു വെക്കുന്നില്ല. ഇത് സർക്കാരിന്റെ കണക്ക്. ഇതാണ് 13,609 കോടിയുടെ സ്പ്ലിറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. തരാമെന്ന് കോടതിയിൽ പറഞ്ഞ 13,609 കോടിയുടെ സ്പ്ലിറ്റ് ആണ് ഈ പറഞ്ഞത്. ഇത് നമുക്ക് അർഹതപ്പെട്ട പൈസയാണ്. ഇത് തരില്ല. ഇത് തരാമെന്ന് സമ്മതിക്കാൻ കോടതി പോണ്ടി വന്നു. നിഷാദേ, ഈ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പണം കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിനെതിരെ കോടതിയിൽ പോയ സമയത്ത് ആ കോടതിയിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അഭിഭാഷകൻ എന്താ സൂചിപ്പിച്ചത്? സംസ്ഥാന സർക്കാരിന് പണമില്ല. കോടതി തിരിച്ചു ചോദിച്ചു, സാലറി കൊടുക്കാനാണോ? സാലറി കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, മറ്റ് നടപടികൾ ചെയ്യാൻ പണമില്ല എന്ന് പറഞ്ഞാൽ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, DA, TA അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പണമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങ് സൂചിപ്പിച്ച കണക്കുകൾ ബാലഗോപാലിന്റെ കണക്കാണ്. ബാലഗോപാലിന്റെ കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല പണം കൊടുക്കാമെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് കടമെടുക്കുന്നതിന്റെ പരിധി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നിങ്ങൾ അതിലേക്ക് തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഒരു തെറ്റിദ്ധാരണയും ആ കാര്യത്തിനകത്തില്ല. പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നുള്ളതല്ല, കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശമാണ് ചോദ്യം ചെയ്തത്. ആ കടമെടുക്കാനുള്ള പരിധി കടന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. അതിൽ കോടതി ഇടപെട്ടത് കൊണ്ട്, ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിധി വരെ കടം എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം കൊടുത്തു, അല്ലെങ്കിൽ അധികാരം കൊടുത്തു, കടമെടുക്കാനുള്ള സാധ്യത തുറന്നു. കേന്ദ്ര സർക്കാർ നേരിട്ട് നമുക്ക് പണം തരുന്നതിനെ കുറിച്ചല്ല. ഞാൻ പറഞ്ഞത് നമുക്ക് പണം സമാഹരിക്കാനുള്ള അർഹതയുണ്ട്. 13,609 കോടി സമാഹരിക്കാനുള്ള അർഹതയുണ്ട്. കിട്ടാനുള്ളതല്ല, ഞാൻ തർക്കിക്കുന്നില്ല. നിർമ്മലാ സീതാരാമൻ തരേണ്ട പൈസയല്ല, നമുക്ക് കടം വാങ്ങിക്കാൻ അർഹത. അതാണ് ഞാൻ പറഞ്ഞത്. 13,609 കോടി സ്പോട്ടിൽ കടമെടുക്കാൻ നമുക്ക് അർഹതയുണ്ട്. നിങ്ങളത് പിടിച്ചു വെച്ചു. നിങ്ങൾക്ക് അങ്ങനെയല്ലെന്നേ. പിടിച്ചു വച്ചതിന് കേസില്ലെന്നേ. പിടിച്ചു വച്ചതിന് സുപ്രീം കോടതിയിൽ കേസില്ല. നിങ്ങൾ എന്താ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതാ ഞാൻ വീണ്ടും പറഞ്ഞത്. ഇടതുപക്ഷക്കാരുടെ ഞാൻ പറഞ്ഞതാണ് പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമെടുപ്പ് പരിധി നിങ്ങൾ പിടിച്ചു വെക്കുക. ദാറ്റ്സ് മൈ പോയിന്റ്.
അങ്ങനെയല്ല, അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ കടമെടുക്കാനുള്ള അവകാശത്തിന്റെ 3.5% എന്ന് പറയുന്ന പരമാവധി സംഖ്യ അത് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് ഈ മാർച്ച് മാസത്തോടുകൂടി നിങ്ങൾക്ക് തീരാൻ പോകുന്നു എന്ന് പറഞ്ഞതിലാണ് വീണ്ടും ഞങ്ങൾക്ക് 57,000 കോടി എടുക്കാനുണ്ട് എന്ന് പറഞ്ഞത്, അവകാശമുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെയില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനൊരു സാധ്യത ഉണ്ടാവണം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു വ്യക്തി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അവസാനം ബാങ്ക് ചോദിക്കുമല്ലോ, നിങ്ങൾക്കിപ്പോൾ തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ എത്ര വേണം, അല്ലെങ്കിൽ തിരിച്ചടക്കാൻ എത്ര പറ്റും എന്ന് ചോദിക്കുമല്ലോ. ആ സ്ഥിതിയെ കേരളത്തിനെ സംബന്ധിച്ചുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം നിൽക്കുന്നത്. ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ പോയി വീണ്ടും തർക്കിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് കോടതിയിൽ കേസ് നിൽക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഈ സംസ്ഥാനത്തിന്റെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ തന്നെ എല്ലാ മേഖലകളിലും സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വികസനം എത്തിക്കാൻ കഴിയുന്നതും സർവീസ് എത്തിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ആ ഗവൺമെന്റ് വെച്ചുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. പിന്നെ ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ 50% കൂടുതൽ കടമെടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് എത്ര വേണം കടമെടുക്കാൻ, ആരും ചോദിക്കാനില്ല. എത്ര പൈസ വേണമെങ്കിലും സമാഹരിച്ച് എന്ത് ചെയ്യാം? ഈ രാജ്യത്തെ എല്ലാ ഗവൺമെന്റുകൾക്കും, എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും രാജ്യത്തുള്ള നിയമം ഒന്ന് തന്നെയാണ്. പ്രത്യേകമായൊരു നിയമം ഒരു സംസ്ഥാനത്തിനുമില്ല. അത് RBI പറയുന്നതാണെങ്കിലും സാമ്പത്തിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ഫിനാൻസ് റൂൾസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇനി അതല്ല ഭരണഘടനാപരമായിട്ടാണെങ്കിലും അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള വിവേചനം ഒരു സംസ്ഥാനത്തോട് നമ്മുടെ രാജ്യത്ത് കാണിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിച്ചത് അങ്ങ് എന്നോട് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം ശ്രീ ചേക്കുട്ടി പറഞ്ഞൊരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ BJP അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, ഇതാരാ പറയുന്നത്? 2 or 3 MPമാർ മാത്രം പാർലമെന്റിൽ കോൺഗ്രസ്സുകാരുടെ ഒത്താശയോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് 2 MP ജയിച്ചതൊഴിച്ചാൽ, കേരളത്തിൽ നിന്ന് ഒരു കനൽത്തരി കേന്ദ്രത്തിലേക്ക് പോയിട്ടുള്ളതൊഴിച്ചാൽ 3 or 4 MPമാരുടെ പിൻബലത്തിൽ നടക്കുന്ന ഇടതുപക്ഷമാണ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ജയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. പശ്ചിമ ബംഗാളും ത്രിപുരയും കണി കാണാൻ കഴിയില്ല. കേരളത്തിൽ നിന്ന് ഏതെങ്കിലും സീറ്റ് ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ ശ്രീ ചേക്കുട്ടി അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ശ്രീ ചേക്കുട്ടി ഇടതുപക്ഷ പാനലിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ പ്രതിനിധിയും ചേക്കുട്ടിയും പറഞ്ഞത് ഒരേ രാഷ്ട്രീയ നയമാണ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ BJPക്ക് പരാജയ ഭീതിയാണ് എന്നുള്ളത്. ഞാനൊന്ന് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, വലിയ പ്രക്ഷോഭങ്ങളും വലിയ പ്രതിഷേധങ്ങളും കർഷക സമരങ്ങളും വലിയ CAA പ്രക്ഷോഭങ്ങളും എല്ലാം നടന്നതിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഭരണവിരുദ്ധ ഏതെങ്കിലും സംസ്ഥാനത്ത് പിറകോട്ട് പോയോ? ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടത്. എത്രയോ സംസ്ഥാനങ്ങൾ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. കർണാടക ഞങ്ങളുടെ കയ്യിലിരുന്ന് പോയപ്പോഴും പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ള വിജയം ഏതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. മുൻ തെരഞ്ഞെടുപ്പുകളുടെ വിജയം, അങ്ങനെ കുറെ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചതിന്റെ കഥ പറഞ്ഞ കോൺഗ്രസ് അല്ലേ ഇപ്പൊ നിരന്തരം തോറ്റു പോകുന്ന കോൺഗ്രസ്? മുൻകാലത്ത് ജയിച്ചു എന്നതുകൊണ്ട് ജയത്തിന്റെ ആവർത്തനം കാലാകാലം ഉണ്ടാവും എന്നുള്ളതല്ലല്ലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറഞ്ഞു തരുന്ന സംഗതി. എവിടെയെല്ലാം ജയിച്ചവർ, എത്രയോ കാലം ജയിച്ചവർ പിന്നീട് തോറ്റു പോകാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇതിനു മുമ്പ് കുറെ ജയം ജയിച്ചു തോക്കില്ലെന്നാണ് നിഷാദെ. ഞാൻ സൂചിപ്പിച്ചത് 2014-ലെയും 2019-ലെയും രാഷ്ട്രീയമല്ല, അതിനുശേഷമുള്ള രാഷ്ട്രീയമുണ്ടല്ലോ. 2023 തെരഞ്ഞെടുപ്പ് നടന്നല്ലോ 5 സംസ്ഥാനങ്ങളിലേക്ക്. എന്തായി റിസൾട്ട്? വലിയ പ്രക്ഷോഭം നടത്തിയ ആളുകളല്ലേ, ഒരുമിച്ച് നിന്ന ആളുകളല്ലേ, ഇടതുപക്ഷവും വലതുപക്ഷവും NDAക്കെതിരായി എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ മത്സരിച്ചത്. എന്തായി രാഷ്ട്രീയം? എന്തായി റിസൾട്ട്? എവിടെയൊക്കെ ജയിച്ചു? ഏതൊക്കെ സംസ്ഥാനത്ത് അധികാരം കിട്ടി? മധ്യപ്രദേശ് എന്തായി? അതുകൊണ്ട് രാജസ്ഥാൻ എന്തായി? ഞങ്ങൾ പറയുന്നത് ഇനി അല്ല, നിങ്ങൾക്ക് പരാജയ ഭീതി ഉള്ളപ്പോഴല്ല നിങ്ങൾ ഈ സാധനം എടുത്ത് ഉപയോഗിക്കുമെന്നാ പറഞ്ഞത്. ഇതിന്റെയൊക്കെ അവസാനത്തെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പരാജയ ഭീതി നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. ആളുകൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ ഗുണം നിങ്ങൾക്ക് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യിക്കാൻ നോക്കുന്നു എന്നാണ് ചെക്കുട്ടി പറഞ്ഞത്. നിഷാദെ, ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. 2014 ഈ വിഷയം ഉണ്ടായിരുന്നോ? രാമജന്മഭൂമി വിഷയം 2014 CAA വിഷയം 2014 2014 BJP വലിയ ഭൂരിപക്ഷത്തിലല്ലേ അധികാരത്തിൽ വന്നത്? നിതിൻ കണിച്ചേരി CPIM നേതാവിനോടൊപ്പം ടെലിഫോൺ ലൈനിലാണ്. അദ്ദേഹത്തിന്റെ വിഷ്വൽ ചില പ്രശ്നങ്ങൾ. നിതിൻ, ഇതിപ്പോൾ നോക്കൂ, തെരഞ്ഞെടുപ്പിലേക്ക് വളരെ അടുത്തുകൊണ്ടിരിക്കെ കൂടുതൽ വിഭജന സ്വഭാവമുള്ള ആശയങ്ങളെക്കുറിച്ച് സർക്കാർ സംസാരിക്കുകയാണ്. അല്പം മുൻപാണല്ലോ ആനന്ദ്കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന BJPയുടെ നേതാവ് നമുക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഹിന്ദുക്കൾക്ക് കൂടുതൽ അവകാശങ്ങളുള്ള ഭരണഘടനാ തിരുത്ത് നമ്മൾ നടത്താൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ
മതം പറഞ്ഞ ആളുകളെ തിരിക്കുന്ന ഒരു പുതിയ ബില്ലും നിയമവും ചട്ടങ്ങളും കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനെയും നിർണ്ണയിക്കാൻ പോകുന്നത് ഈ ഡിവിസീവ് സംഗതി എന്ന് വെച്ചാൽ വിഭജനം, മതവിവേചനം, മനുഷ്യർക്കിടയിലെ തട്ടുതട്ടായ ആശയം, ഇതാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത്, ഫാക്ടറാവാൻ പോകുന്നതെന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് എത്തിയിട്ടുണ്ടോ? ബാക്കിയൊന്നും ഡിസ്കസ് ചെയ്യാൻ സ്ഥലമില്ല, എല്ലാത്തിനും മേലെ കൂടി BJP വാരി വെതറുന്ന വിഭജനാശയത്തിന്റെ ഒരു കവർ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതിന് കാരണം BJP അതിനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് മതവിശ്വാസത്തിലെ അല്ലെങ്കിൽ മതവിശ്വാസത്തെ ഏത് നിലയിൽ വർഗീയമായി ഉപയോഗപ്പെടുത്തി അധികാരത്തിലേക്ക് തുടരാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമാണ് BJP നടത്തുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല BJPക്ക് അതിന് ചെയ്യാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ ഇത്തരം BJP നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ BJP അധികാരത്തിൽ വന്ന നാടുകളിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്ത്യയിൽ തന്നെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന കാഴ്ചകളും മണിപ്പൂരിൽ നിന്ന് നമ്മൾ അസ്വസ്ഥമാക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇപ്പോഴും അവസാനിക്കാതെ നിൽക്കുന്ന പ്രശ്നങ്ങളും ആ വിഭജനത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഇന്ത്യയിലെ ജനം മതവിശ്വാസത്തിന്റെ അപ്പുറത്തേക്ക് തിരിച്ചറിയുന്ന ഒരു കാലം കൂടിയാണിത്. തീർച്ചയായും BJP പരിശ്രമിക്കുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയെ മുഴുവൻ ഇതിൽ കേന്ദ്രീകരിച്ചു നിർത്തണം എന്നാണ് അവരാഗ്രഹിക്കുന്നതെങ്കിലും അതിൽ നിൽക്കാൻ പോകും അല്ലെങ്കിൽ അതിൽ നിൽക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ജനം തീർച്ചയായും അവന്റെ നിത്യജീവിതത്തിന്റെ ദുരിതങ്ങളിൽ നിന്നുമാണ് രാഷ്ട്രീയ നിലപാടുകളിലേക്ക് എത്തുക. നിത്യജീവിതത്തിൽ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, രൂക്ഷമായ വിലക്കയറ്റം, ഇന്ത്യയിലെ അഴിമതി, ആ അഴിമതിക്ക് കോർപ്പറേറ്റുകളുടെ ലാഭമുണ്ടാക്കാൻ ഇപ്പോ BJP സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം ചർച്ച ചെയ്യും. നിങ്ങൾ നോക്കൂ, ഇപ്പൊ രാജ്യത്തിന്റെ ജനങ്ങളുടെ ജീവിതം നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് പെട്രോളിയത്തിന്റെ വില ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ അടിസ്ഥാനമാവുന്നതാണ്. 46-50 രൂപയിൽ താഴെ ഉണ്ടായിരുന്ന പെട്രോളിന് 108 രൂപ കൊടുക്കേണ്ട രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ലോകത്തിനകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വിലയിടാക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു. 414 രൂപയുണ്ടായിരുന്ന പാചകവാതകത്തിന്റെ വില 1000 രൂപയിലേക്ക് എത്തി. അതിന് കൊടുക്കുമെന്ന് പറഞ്ഞ്, സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞ് സ്ത്രീകളോട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്കും സബ്സിഡി വരുന്നില്ല. ഇങ്ങനെ ജനം അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ, രൂക്ഷമായ മറ്റു പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം ഇടയിൽ നമ്മൾ നോക്കണം. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ വലിയ ലാഭമുണ്ടാക്കുമ്പോൾ ആ കോർപ്പറേറ്റുകളുടെ അഴിമതി ലാഭത്തിന്റെ പങ്ക് അഴിമതി പണമായി വാങ്ങാനാണ് ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ BJP പാസാക്കിയെടുത്തത്. ആ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു. SBI ഇന്നിപ്പോ വലിയ നാടകങ്ങളാണ്. ഞങ്ങൾക്ക് ഇനിയും സമയം വേണം ഈ കണക്ക് വെളിപ്പെടുത്താൻ. SBIക്ക് മാത്രം കുത്തകാവകാശം ഉണ്ടായിരുന്ന ഇലക്ട്രൽ ബോണ്ട് വിൽക്കാനും ക്യാഷാക്കാനും ഉണ്ടായിരുന്ന അധികാരത്തിന്റെ കണക്കുകൾ നൽകാൻ ഞങ്ങൾക്ക് ഇനിയും സമയം വേണമെന്ന് പറഞ്ഞ ദിവസം സുപ്രീം കോടതി അത് ആട്ടിവിട്ട് 24 മണിക്കൂറിനകം ആ കണക്ക് വെക്കണമെന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയേറ്റ ഒരു ദിവസമാണ്. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇത്തരം നാടകവുമായി BJP വരുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഒരു നാടാണ്. എത്രയോ കാലം മതവിശ്വാസികൾ ആയിരക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ടു വന്ന മതവിശ്വാസമോ അല്ലെങ്കിൽ ആ മതവിശ്വാസത്തെ ചേരിതിരിക്കാനുണ്ടായ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി ലോകത്തിന്റെ മുമ്പിൽ മതനിരപേക്ഷമായി ഉയർന്നു നിൽക്കുന്ന ഒരു ചരിത്രമുള്ള മണ്ണാണ് ഇന്ത്യ. ഇന്ത്യയിലെ ജനം അതിനെ തുടർന്നും ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. BJP വക്താവ് പറഞ്ഞ ചോദ്യത്തിന് ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ചെറിയ മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ 3 പാർലമെന്റ് അംഗങ്ങളുള്ള CPM-ന് എന്ത് കാര്യം എന്നാണ് പറഞ്ഞത്. ഈ ഇന്ത്യയിൽ ഇപ്പൊ സമീപകാലത്ത് വന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ ഈ 3 MP-മാർ മാത്രമുള്ള CPM കൊടുത്ത കേസിലാണ് ശ്രീ കൃഷ്ണദാസ് നിങ്ങളുടെ മുട്ടിടിച്ചത്. ഈ രാജ്യത്തിനകത്ത് ഗുജറാത്തിലെ ബിൽക്കീസ് ബാനുവിന്റെ കേസിൽ പ്രതികളായി ശിക്ഷിക്കപ്പെട്ട ആളുകളെ നിങ്ങളുടെ സർക്കാർ, ഗുജറാത്തിലെ BJP സർക്കാർ നിരുപാധികം ശിക്ഷാ ഇളവ് നൽകി വിട്ടയച്ചപ്പോ ആ കേസിൽ ബിൽക്കീസ് ബാനുവിനോടൊപ്പം നിന്ന് സുപ്രീം കോടതി വരെ പോയി അവരെ വീണ്ടും തുറങ്കലിലടയ്ക്കാൻ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് സുഭാഷ് ബി അലി എന്ന CPIM-ന്റെ PB അംഗമാണ്. നിങ്ങൾ ജമ്മു കാശ്മീരിൽ എല്ലാ നേതാക്കളെയും വിട്ടുതടങ്കലിലാക്കി ഒരു രാഷ്ട്രീയ നേതാവിനെയും ജമ്മു കാശ്മീരിലേക്ക് കാലുകുത്താൻ അനുവദിക്കാതിരുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ വിധിപ്പകർപ്പുമായി അവിടെ എത്തിയ രാഷ്ട്രീയ നേതാവിന്റെ പേര് സീതാറാം യെച്ചൂരി എന്നാണ്. ഈ 3 MP-മാരെ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. നിങ്ങൾ പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് ചർച്ചയില്ലാതെ നടപ്പിലാക്കിയ കർഷക നിയമങ്ങൾ തെരുവിൽ നിങ്ങൾക്ക് ഞങ്ങൾ ആ നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത് ഇന്ത്യയിലെ കർഷകർ നടത്തിയ സമരത്തിന്റെ
ഭാഗമായിട്ടാണ്. അപ്പോ നിങ്ങൾ CPM-നെ അങ്ങനെ വില കുറച്ച് കണ്ട് കൃഷ്ണദാസ് പോകാം എന്ന് കരുതണ്ട. ഈ രാജ്യത്തിനകത്ത് അതുകൊണ്ട് CPM-നെ വില കുറച്ച് കാണാൻ കഴിയില്ല. CPM അതിന്റെ രാഷ്ട്രീയ ദൗത്യം ശരിയാവണ്ണം നിർവഹിക്കുന്നുണ്ട് എന്നാണ്. മനുഷ്യരുടെ ജീവസന്ധാരണ പ്രശ്നങ്ങൾക്ക് മേൽ ഇത്തവണ വർഗീയത കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ്. അല്ല, NP ചെക്കുട്ടിയും സർക്കാരിന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളുണ്ടാവാം, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇത്തരം വിഷയങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ടാവാം. അതിനപ്പുറം ഹിന്ദുത്വം അതിൻ്റെ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുകയാണ് എന്ന ഒരു ഗൗരവസ്ഥിതി ഇതിനകത്തില്ലേ? CAA, NRC, പുറന്തള്ളൽ പോലെയുള്ള ഇതിനെക്കുറിച്ച് വലിയ ദീർഘമായ പ്രബന്ധങ്ങൾ എഴുതിയിട്ടുള്ള ഹിന്ദുത്വ നേതാക്കളുടെ ചരിത്രം നമുക്കറിയാം. ഇന്ത്യയെ വിശുദ്ധ നാടായി കാണാത്തവർ ഇന്ത്യയിൽ നിൽക്കാൻ അർഹരല്ല എന്നെഴുതിയ ഗുരുക്കളുള്ള പ്രസ്ഥാനമാണ് ഈ നടപ്പിലാക്കുന്നത്. സോ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നൊക്കെ ഒരു വശത്ത് വിമർശിക്കുമ്പോൾ അപ്പുറത്ത് ഹിന്ദുത്വം അതിൻ്റെ ഒരു നാഴികക്കല്ലുകൂടി ചവിട്ടുകയാണെന്നോട് കാണണ്ടേ? അല്ല, എനിക്ക് തോന്നുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം തീർച്ചയായും വളരെ വിഭജനാത്മകമായിട്ടുള്ള ഒരു തരത്തിലുള്ള സംഹാരാത്മകമായ സമീപനം പലപ്പോഴും എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 85% ആളുകൾ ഹിന്ദുക്കളാണ്. ഇന്ത്യയിൽ ഇന്നും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയുടെ ഒരു മതേതര പാരമ്പര്യത്തെ, ഒരു ഇൻക്ലൂസീവായിട്ടുള്ള പാരമ്പര്യത്തെ, ഇന്ത്യയിലെ വ്യത്യാസ സമൂഹങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് എല്ലാ കാലത്തും അംഗീകരിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയമായ ചില കാരണങ്ങളാൽ ഹിന്ദുത്വ ശക്തികൾക്ക് രാഷ്ട്രീയമായിട്ട് നേട്ടം കിട്ടിയിട്ടുണ്ട്. 2014 അവർ അധികാരത്തിൽ വന്നു, അതിന് മുമ്പ് 99 അധികാരത്തിൽ വന്നു. അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. 99 വാജ്പേയി അധികാരത്തിൽ വന്നത് BJP-യുടെയും RSS-ന്റെയും കരുത്തുകൊണ്ട് മാത്രമല്ല, മറിച്ച് പലതരത്തിലുള്ള രാഷ്ട്രീയ ഘടകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ജോർജ് ഫെർണാണ്ടസ് അടക്കമുള്ള ആളുകൾ അവരുടെ കൂടെയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP രാജ്യം ഭരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ BJP രാജ്യം ഭരിക്കുമ്പോഴും BJP-യുടെ കൂടെ നിൽക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് വളരെ മതേതരമായിട്ടുള്ള പാരമ്പര്യമുള്ള നിതീഷ് കുമാറിനെ പോലുള്ള ആളുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള DMK-യെ പോലെ പാർട്ടികളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ തീർച്ചയായും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഹിന്ദുത്വ അജണ്ട പലപ്പോഴും അവർക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ദീർഘകാലമായിട്ടുള്ള ഒരു മതേതര പാരമ്പര്യം, ഒരു ഇൻക്ലൂസീവായിട്ടുള്ള പാരമ്പര്യം ഇന്ത്യയിലെ എല്ലാ കമ്മ്യൂണിറ്റികളും പിന്തുടർന്നു വരുന്നുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു സമുദായവും അത് പൂർണ്ണമായും ബോധ്യമുള്ളൊരു സമുദായമാണ്. അതുകൊണ്ട് ഇത്തരം അജണ്ടകൾ, അത്തരത്തിൽ ഡിവൈസീവായ അജണ്ടകൾ അവർ പ്രയോഗിക്കുന്നുള്ള ശരിയാണ്, ചില സന്ദർഭങ്ങളിലൊക്കെ വിജയിക്കുന്നുള്ള ശരിയാണ്. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ അത്തരത്തിൽ അജണ്ടകളല്ല, നേരത്തെ നിതിൻ പറഞ്ഞ മാതിരി തന്നെ ജനകീയമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ അനുഭവങ്ങൾ, ജനങ്ങളുടെ സർക്കാരിൻ്റെ പെർഫോമൻസ്, ഇത് തന്നെയായിരിക്കും അൾട്ടിമേറ്റ്ലി ഈ സർക്കാരിൻ്റെ വിധി നിർണ്ണയിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീ പ്രശാന്ത് പത്മനാഭൻ കൂടി. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, നോക്കൂ, ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നിയമപരമായും ഭരണഘടനാപരമായും പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു ബില്ലും ചട്ടവുമാണ്. അതിന്മേലൊരു തീർപ്പെടുക്കാൻ സാധാരണ നിലയ്ക്ക് സുപ്രീം കോടതി ഇത്രയും ഗൗരവ സ്വഭാവമുള്ള നിയമങ്ങൾ പരിശോധിച്ച് വാദം കേട്ട് ഒരു തീർപ്പിലേക്ക് എത്താൻ ദീർഘനാളെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലും സമീപകാലത്തൊന്നും ഒരു തീർപ്പിലേക്ക് പരമോന്നത നീതിപീഠം എത്തുമെന്ന് വിചാരിക്കാൻ വയ്യേ? കോടതിക്ക് പെട്ടെന്ന് കേസ് കേൾക്കുകയും ഇതിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുകയും ചെയ്യും. കാരണം ഈ കേസുകൾ 2019 ഇത് വന്നതിന് ശേഷം അന്ന് മുതൽ ഫയൽ ചെയ്ത കേസുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും വളരെ വ്യക്തികളുടെയും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽസ്, ഞാനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സ്വന്തം പേരിൽ, പിന്നെ പല പൊളിറ്റിക്കൽ പാർട്ടികൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കോടതിയിൽ പെൻഡിങ് ആണ്. പല പ്രാവശ്യം കോടതിയിൽ വന്നിരുന്നു. കോടതി 2 നോഡൽ കൗൺസിലിനെ അപ്പോയിന്റ് ചെയ്തു. 2 പേരോടും 2 ഭാഗത്തുമുള്ള വാദങ്ങൾ ക്രോഡീകരിച്ചിട്ട് ഒരുമിച്ച് ഒരു പേപ്പർ ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ പ്രോസസ്സെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോടതി പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം നേരത്തെ ഇല്ലായിരുന്നു. കാരണം ഇത് നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇത് എവിടെയാണ് ഇത് ഭരണഘടനാപരമായി അസാധുവാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യണം. സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുന്നതും വരെ ഒരു നിയമം സാധാരണഗതിയിൽ സ്റ്റേ ചെയ്യാറില്ല, ഏത് നിയമമാണെങ്കിലും. ഇത് മാത്രമല്ല, ഒരു നിയമം അതിന്റെ ആദ്യത്തെ ഒരു പ്രിലിമിനറി ആയിട്ടൊരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ പാർലമെന്റിനോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കോ അതിന് പാസ്സാക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ, അധികാരം ഉണ്ടെങ്കിൽ, ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു അധികാരം ലിസ്റ്റ് ഷെഡ്യൂൾ 7th ഷെഡ്യൂളിൽ ലിസ്റ്റ് 1, 2, 3 എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് പാസ്സാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെന്റിന് പാസ്സാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ, അതുപോലെ 2 സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പാസ്സാക്കാൻ പറ്റുന്നത്.
ഇത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന 7th ഷെഡ്യൂൾ യൂണിയൻ ലിസ്റ്റിൽ 17ാമത്തെ എൻട്രി ആയിട്ട് വരും. അതുകൊണ്ട് ഒരു സ്റ്റേറ്റിന് ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയാൻ കഴിയില്ല ഭരണഘടനാപരമായിട്ട്. അപ്പോൾ സുപ്രീം കോടതി മാത്രമാണ് അവസാനത്തെ ആശ്രയം. സുപ്രീം കോടതി ഇത് അസാധുവാണെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ ഈ നിയമം നിലനിൽക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സുപ്രീം കോടതി ഇത് പരിഗണിക്കുകയും അതിന്റെ പുറത്തൊരു തീരുമാനം എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി താങ്കൾ ചോദിച്ച ഇവിടെ എല്ലാവരും എക്സ്പ്രസ് ചെയ്യാതെ അതിന്റെ ഒരു ഭീതി, അത് ഞാൻ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ ശ്രമിക്കാം. ശ്രീലങ്കയിൽ ഇതുപോലെ ഒരു നിയമം ഉണ്ടായിരുന്നു. അതിൽ എക്സ്ക്ലൂഡ് ചെയ്തത് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള തമിഴിയൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ 1948 ഒരു നിയമം കൊണ്ടുവന്നു. ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിലര് 85% ഹിന്ദുസ് ടോളറന്റ് ആണെന്നൊക്കെ പറഞ്ഞു. പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് എത്നോ റിലീജിയസിറ്റി, ഒരു രാജ്യത്തെ മതത്തിന്റെയും അതിന്റെ കൾച്ചറൽ നാഷണലിസം എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയാണ് BJP. നേരത്തെ താങ്കൾ ഗുരു ഗോൾവാൾക്കർ, ഗുരു ഓഫ് ഹേറ്റഡ് എന്ന് പറഞ്ഞ രാമേന്ദ്ര ഗുഹയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇതുപോലെ എക്സ്ക്ലൂഷനാണ്. ഈ UN ഹൈക്കമ്മീഷണർ പറയുന്നതും മതത്തിന്റെ പേരിൽ എത്നോ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവര്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നത്, ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവര്, അവര് അവിടെ പെർസിക്യൂഷൻ അനുഭവിക്കുന്ന റിലീജിയസ് മൈനോറിറ്റിക്ക് ഞങ്ങൾ ഇവിടെ അഭയം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിനൊരു റീസണബിൾ ഗ്രൗണ്ട് ഉണ്ട്. അതിന് സഫീഷ്യന്റ്ലി ഒബ്ജക്റ്റീവ് ആൻഡ് റീസണബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് UN ഹൈക്കമ്മീഷണർ പറയുന്നത്. അവരുടെ അഫിഡവിറ്റിൽ പറയുന്നത് അവിടെ നിന്നുള്ള ജ്യൂസിന്റെ കാര്യം പറയുന്നില്ല, എത്തീസ്റ്റുകൾ കാണും. പിന്നെ ഇവിടെ ഈ വരുന്ന ഗ്രൂപ്പുകളിൽ ആരൊക്കെയാണ് റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്നത്? റിലീജിയസ് പെർസിക്യൂഷന്റെ പുറത്താണോ വരുന്നത്, അതോ അവരുടെ ജോലിക്ക് വേണ്ടി വരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിംസിനെ ആ ഒരു തുല്യ പരിഗണന കൊടുക്കാത്തത്? അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള പ്രിൻസിപ്പിളിനെതിരാണ്. പിന്നെ ഇന്ത്യ പല ഇന്റർനാഷണൽ ട്രീറ്റികളിലെ ഒബ്ലിഗേഷൻസിലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അതിന്റെ എല്ലാം ഭാഗമാണ്. ആ ഒബ്ലിഗേഷൻ എല്ലാം എതിരാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷ. പക്ഷെ അത് പ്രഖ്യാപിക്കത്രത്തോളം കാലം ഗവൺമെന്റ് നടപ്പാക്കുന്നത് നമുക്ക് എത്ര തന്നെ വിയോജിപ്പുണ്ടെങ്കിലും അത് നടപ്പാക്കുന്ന അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുമോ എന്നുള്ള ചോദ്യമില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താങ്കൾ ചോദിച്ചതുപോലെ പാർട്ടികൾ ഈ അജണ്ടയിൽ വീണു പോകും. നമുക്കത് ഡിസ്കസ് ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ്. നമുക്ക് വേറെ വഴിയില്ല. പ്രതിപക്ഷ പാർട്ടികൾക്കും ഓപ്പോസിഷനും ജനങ്ങൾക്കും വോട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ ഇത് ഡിസ്കസ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ അവർ തള്ളിവിട്ടിരിക്കുകയാണ്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് മാത്രമേ ഇനി ജനങ്ങൾ തീരുമാനിക്കാനുള്ളൂ. അത് എത്ര ടോളറന്റ് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആണെങ്കിലും അവിടെ ഒരു ഗ്രൂപ്പിസം, അവിടെ ഒരു നിലക്കുള്ള ഗുരുതരമായ അപകട സ്വഭാവത്തിനുണ്ട്. എത്ര ടോളറൻസിനെ കുറിച്ചും മതനിരപേക്ഷതയെ കുറിച്ച് പറഞ്ഞാലും ഇത്തരം ആശയങ്ങൾ കൊണ്ടുവന്ന ഇടത്തെല്ലാം വലിയ കെടുതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. കൃഷ്ണദാസ്, നേരത്തെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഏറ്റവും കൂടുതൽ കാശ് വന്ന നിങ്ങൾക്കാണെന്ന് അറിയാത്ത ആരും ഇന്ത്യയിലില്ല. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കണക്ക് പുറത്തുവിടാൻ SBIക്ക് മടിയായിരുന്നു. അങ്ങനെ കോടതി ഇപ്പോൾ മര്യാദയ്ക്ക് നാളെ വൈകുന്നേരത്തിന് മുമ്പ് കണക്ക് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളാകെ ഒന്ന് പരിങ്ങിയപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒരു നമ്പർ ഇടുകയാണോ വളരെ പെട്ടെന്ന് ഈ 39 പേജുള്ള ഈ പൗരത്വ നിയമം ഇന്നിറക്കാൻ? അല്ലെങ്കിലും നിങ്ങൾ ഇറക്കും, പക്ഷെ ഇന്നിറക്കുന്നതിന് പിന്നിൽ ഇലക്ട്രൽ ബോണ്ട് കേസിലെ നാണക്കേട് മൂടുക എന്ന പദ്ധതി ഉണ്ടോ നിതിൻ പറയുന്ന പോലെ? അതൊക്കെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറയാം എന്നുള്ളതല്ലാതെ SBIയോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരതിനുള്ള ആൻസർ പറഞ്ഞോളും. ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കട്ടെ. നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3 വരുന്ന ഭരണഘടനാപരമായിട്ടുള്ള അവകാശം സ്വാഭാവികമായിട്ടും ആർക്കാണ് കിട്ടുക? നമ്മുടെ രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള ആളുകൾക്കാണ് അത് ലഭിക്കുക. അത് ആർട്ടിക്കിൾ 14 ആണെങ്കിലും ആർട്ടിക്കിൾ 19 ആണെങ്കിലും ആർട്ടിക്കിൾ 21 ആണെങ്കിലും ഏത് ഭരണഘടനാപരമായിട്ടുള്ള റൈറ്റ് ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാർക്ക് മാത്രമേ അത് കിട്ടാനുള്ള അവകാശമുള്ളൂ. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാർക്ക് ഇതിൽ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതാണല്ലോ സുപ്രീം കോടതി പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഈ CAA വരുന്നതോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ അത് പരിഗണിക്കപ്പെടും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു വിവക്ഷ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള CAA അമെൻമെന്റിലുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഇനി മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ അതിന് അവർക്ക് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, അവർ പൗരന്മാരാകുന്നതോടുകൂടി മാത്രമേ അവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കപ്പെടും എന്നാണ്. എന്റെ സമയം ഒന്ന് അവസാനിച്ചു, ഞാൻ ഇവിടെയാണ് ശ്രീ കൃഷ്ണദാസ്. അവസാനം ഒറ്റ ചോദ്യം, ശ്രീ നിതിൻ, ഇതിനെ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റായി എടുക്കാൻ പോകുന്നുണ്ടോ CPM? കഴിഞ്ഞ തവണ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഭിഭാഷകനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. ആർട്ടിക്കിൾ 14 the state shall not deny to any person
equality before the law or equal protection of the laws within the territory of India. Any person, എല്ലാ വ്യക്തികൾക്കും ഉണ്ട്, പൗരന്മാർക്ക് മാത്രമല്ല. ക്ലിയർ. അല്ല, നിതിൻ കണിച്ചേരി, CPM അടക്കമുള്ള കക്ഷികൾ ഇതിനെ ഒരു സമരരൂപത്തിലേക്ക് പോകുന്നുണ്ടോ? അല്ല, ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതിനെ നമ്മുടെ പ്രശാന്ത് പത്മനാഭൻ അദ്ദേഹം തിരുത്തുകയുണ്ടായി. അത് പറയണമെന്ന് കരുതിയിരുന്നതാണ്. നിങ്ങൾ നോക്കൂ, എത്ര സമർത്ഥമായിട്ടാണ് BJPയുടെ വക്താവ് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതെന്ന്. വലിയ പ്രക്ഷോഭം രാജ്യത്തിനകത്ത് ഉയർന്നു വരും. പക്ഷേ ആ പ്രക്ഷോഭം ഇപ്രാവശ്യം നമ്മുടെ രാജ്യത്തിനകത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്തൊരു തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉയർന്നു വരുന്നതിന്റെ റിസൾട്ട് BJPക്കെതിരായി RSSനെതിരായ ഒരു വിധിയെഴുത്തായി മാറും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമുക്ക് ലോകത്തിന്റെ ചരിത്രത്തിൽ വലിയ ജനവിധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതാണ്.